നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസ തീരുമാനവുമായി സൗദി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. സൗദിയിൽ വാറ്റ് 15% തീരുമാനം താൽക്കാലികമാണെന്നും 5 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കില്ലെന്നും രാജ്യത്ത് ആദായ നികുതി ചുമത്താൻ പദ്ധതിയില്ലെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിഷൻ 2030 ആരംഭിച്ച് 5 വർഷം പൂർത്തിയാകുന്ന വേളയിൽ സൗദി ടെലിവിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കിരീടാവകാശി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷൻ 2030 അതിന്റെ ലക്ഷ്യങ്ങൾ 2030 മുമ്പ് കൈവരിക്കും. എണ്ണ വളരെ വലിയ രീതിയിൽ സൗദി അറേബ്യയെ സേവിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ സമ്പദ് വ്യവസ്ഥ എണ്ണയെ മാത്രം ആശ്രയിക്കുന്നത് തുടരുന്നതിൽ അപകടങ്ങൾ ഏറെയുണ്ട്. സൗദി അറേബ്യ എണ്ണയ്ക്ക് മുമ്പുള്ള രാജ്യമായിരുന്നു. പിന്നീട് ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള മികച്ച അഭിലാഷവും സൗദികൾക്ക് മെച്ചപ്പെട്ട ജീവിതവും കൈവരിക്കുന്നതിന് വിഷൻ 2020 വന്നു. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭാവിയിൽ സഹായകമാകുന്ന ഫണ്ടുകളും നിക്ഷേപങ്ങളും ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും വിഷന്റെ പ്രധാന പിന്തുണയായ സ്വകാര്യ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെയുമാണ് വിഷൻ 2030 നടപ്പിലാക്കുന്നതെന്നും കിരീടാവകാശി വ്യക്തമാക്കി. പൊതുനിക്ഷേപ ഫണ്ട് വലിയ ഫണ്ടായി വളരുകയാണ് ലക്ഷ്യമിടുന്നത്. തൽക്കാലം അതിന്റെ ലാഭം രാഷ്ട്ര ബജറ്റിലേക്ക് മാറ്റില്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഫണ്ടിന്റെ വളർച്ചാ നിരക്ക് 200% കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഭാവിയിൽ ഫണ്ടിൽ നിന്നുള്ള ചെലവ് 2.5% കവിയരുതെന്നും രാജ്യത്തിന് അത് പുതിയൊരു ബാരൽ എണ്ണ പോലെയാകുമെന്നും കിരീടാവകാശി പറഞ്ഞു. സൗദി അറേബ്യ എണ്ണയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിലർക്കിടയിൽ തെറ്റായ ധാരണയുണ്ട്. എണ്ണയിൽ നിന്നും എണ്ണേതര മേഖലകളിൽ നിന്നും നേട്ടമുണ്ടാക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. രാജ്യത്തെ ഉയർന്ന ജനസംഖ്യാ വളർച്ച ഭാവിയെ കാര്യമായി ബാധിക്കും. അത് മുൻകൂട്ടി കണ്ട് വിഷൻ 2030 ഉപയോഗിക്കാത്ത അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കിരീടാവകാശി പറഞ്ഞു. തൊഴിലില്ലായ്മ നേരത്തെ 14%, ഇപ്പോൾ അത് 11% കുറയ്ക്കാനായി. സ്വാഭാവിക തൊഴിലില്ലായ്മ നിരക്ക് 7% മുതൽ 4% വരെയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.